ഗുഡ് മോർണിംഗ്. അത് നമ്മള് ട്രിഗണോമെട്രിക് ഇക്വേഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഈക്വൽ ടു സൈനിന്റെ അപ്പുറം ഇപ്പുറം ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. ട്രിഗണോമെട്രിക് ഇക്വേഷൻ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ ആയിരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കാണുക എന്നുള്ളതാണ്. എക്സിന്റെ വാല്യൂ നമ്മൾ സാധാരണ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് കാണുക. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പൊ ഈ എക്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാവും. അതിനകത്ത് ആ എക്സിന്റെ വാല്യൂ, ഇപ്പൊ സൈൻ എക്സ് എന്നാണെങ്കിൽ ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് അവിടുത്തെ സൊല്യൂഷൻ ആയിട്ട് വരിക. അപ്പൊ സൊല്യൂഷൻ സാധാരണഗതിയിൽ 0യ്ക്കും അല്ലെങ്കിൽ ഈ എക്സ് 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കുള്ള ഒരു എക്സിനെയാണ് നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് മാത്രമല്ല വരുന്നത്, അതിൽ കൂടുതൽ വരും. നമ്മൾ പലയിടത്തും 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ നിന്ന് 1 തുടങ്ങി, ഇവിടെ വന്നപ്പോ 2π ആയി, ഒന്നുകൂടെ തുടങ്ങി 4π ആയി. അപ്പൊ ഓരോ കറക്കത്തിലും നമുക്കൊരു 2nπ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ n അല്ലെങ്കിൽ നമ്മള് കോസിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴും അതിനകത്ത് n ഇൻവോൾവ് ആണ്. അതായത് പല ടൈംസ് ഈ റൊട്ടേഷൻസ് വരുമ്പോൾ നമുക്ക് ആംഗിളിന്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവാം ഒരേ പൊസിഷനിലാണെങ്കിലും. അപ്പൊ അങ്ങനെ n ഇൻവോൾവ് ആയിട്ട് വരുന്ന സൊല്യൂഷൻസിനെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. അല്ലെങ്കിൽ സാധാരണഗതിയിൽ 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് sin x ഈക്വൽ ടു √3/2. sin x ഈക്വൽ ടു √3/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എവിടെയാണ് sin x-ന്റെ വാല്യൂ √3/2 കിട്ടുക? π/3-യിലാണ്. ദിസ് ഇസ് sin π/3. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് π/3 ആണ്. π/3 ഒബ്വിയസ്ലി 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കാണ്. അതുപോലെ ഒരു വാല്യൂവും കൂടെ കിട്ടും. നമുക്ക് ഈ sin π/3 എന്ന് പറയുന്നതിനെ യു ക്യാൻ റൈറ്റ് sin π മൈനസ് π/3. അതായത് അത് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചതാണ്. sin π പ്ലസ് ഓർ മൈനസ് തീറ്റ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സൈൻ തീറ്റ ആണ്. ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ക്വാഡ്രന്റ് ഇറ്റ് കംസ്. പൈ എന്ന് പറയുന്നത് എവിടെയാണ്? സൈൻ പ്ലസ് തീറ്റ വരുമ്പോൾ ദാറ്റ് കംസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. പക്ഷെ അവിടെ മൈനസ് ആണ് വരിക, മൈനസ് സൈൻ തീറ്റ എന്ന് വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ദാറ്റ് കംസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്, അവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ π/3 എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ സൈൻ പൈ മൈനസ് π/3 എന്ന് മാറ്റി എഴുതാം. ആക്ച്വലി സൈൻ പൈ മൈനസ് π/3 ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2π/3 എന്ന് കിട്ടും. അപ്പൊ ഈ സൈൻ 2π/3-യിലും നമ്മൾക്ക് √3/2 എന്നാണ് ആൻസർ വരിക. 2π/3 എന്ന് പറയുന്നതും 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്കാണ്. അപ്പൊ എക്സിന് നമുക്ക് രണ്ട് വാല്യൂ ആയി, π/3-യും 2π/3-യും. ഈ രണ്ട് വാല്യൂവും 0യ്ക്കും 2πയ്ക്കും ഇടയ്ക്ക് കിടക്കുന്നത് കൊണ്ട് അവര് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ്. ഇനി നിങ്ങൾക്ക് ഈ 2π/3 കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇവിടം കൊണ്ട് നിർത്തിക്കോളെ. ഇത് ഈസിയാണ്. ഇത് നമ്മൾ ആദ്യത്തെ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. sin x എന്ന് പറയുന്നത് √3/2 ആണെങ്കിൽ x എന്തായിരിക്കും? π/3. sin x 1/2 ആണെങ്കിൽ x എന്ന് പറയുന്നത് π/6 ആണ്. cos x 1/√2 ആണെങ്കിൽ x എന്ന് പറയുന്നത് π/4 ആണ്. അപ്പൊ അങ്ങനെയുള്ള വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ആ കിട്ടുന്ന കാര്യങ്ങളൊന്ന് എഴുതിയാലും മതി.
അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ട്രിഗണോമെട്രി പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ എല്ലാ റിസൾട്ട് പഠിക്കുമ്പോഴാണ് അടുത്തയിലേക്ക് വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ അത് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ വേറൊരു എക്സ്പ്രഷൻ തരാണ്, എന്താണ് tan x ഈക്വൽ ടു -1/√3. അപ്പൊ ആദ്യം ആലോചിക്കുക 1/√3 എവിടെയാണ് വരുന്നത്? tan x 1/√3 ആകണമെങ്കിൽ tan x ഈക്വൽ ടു 1/√3 ആകണമെങ്കിൽ അതിന്റെ ആംഗിൾ എന്താണ്? അത് 5/6 ആണ്. അപ്പൊ ഇവിടെ tan x -1/√3 ആവണം. അപ്പൊ മൈനസ് ആകുന്ന tan മൈനസ് ആകുന്ന എവിടെയൊക്കെയാണ്? tan മൈനസ് ആകുന്നത് ഫോർത്ത് ക്വാഡ്രന്റിൽ tan മൈനസ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലും tan മൈനസ് ആണ്. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിൽ വരണമെങ്കിൽ നമുക്ക് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് പോയാൽ മാത്രം മതി. അപ്പൊ tan -π/6 എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ എന്ത് വരും? അതിന് നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട, നമുക്ക് 2πക്കും 0ക്കും ഇടയ്ക്കുള്ളതാണല്ലോ വരുന്നത്. അപ്പൊ ആദ്യത്തെ വാല്യൂ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരിക. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ tan π -π/6. ഓക്കെ. tan π -π/6 എന്ന് പറഞ്ഞാൽ tan π/6 ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ tan നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് മൈനസ് tan π/6 ആയി -1/√3 എന്ന ആൻസർ കിട്ടും. അപ്പൊ നമ്മളുടെ ആംഗിളിന്റെ വാല്യൂ എന്താണ്? π -π/6 ആണ്. π -π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6π -π/6 or 5π/6. അപ്പൊ നമ്മുടെ സൊല്യൂഷന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 5π/6 ആണ്. ഓക്കെ, ഈ വാല്യൂ. ഇനി നമുക്ക് ഒരു ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന വാല്യൂ കൂടി കാണണം. ഫോർത്ത് ക്വാഡ്രന്റിൽ വരണമെങ്കിൽ നമുക്ക് 0ക്കും 2πക്കും ഇടയ്ക്കാണ് വരേണ്ടത്. അപ്പൊ ഒന്നുകിൽ ഇത് 0 ആണ്, അല്ലെങ്കിൽ ഇത് 2π ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ വരണമെങ്കിൽ 2π - θ എടുത്താൽ മതി. tan 2π - θ എന്ന് പറയുന്നത് -tan θ ആണ്. അപ്പൊ നമ്മൾ tan 2π - π/6 ഈക്വൽ ടു -tan π/6 വരും. -1/√3. -1/√3 കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ ചെല്ലണം എന്നാണ് നോക്കുന്നത്. സോ ആംഗിൾ ഈസ് 2π - π/6 എന്ന് പറഞ്ഞാൽ എന്താണ്? tan 12 - π 11π/6 എന്ന് പറയുന്നതാണ് -1/√3. അപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് 5π/6ഉം ഒന്ന് 11π/6. നെഗറ്റീവ് വരുമ്പോ അത് ഏത് ക്വാഡ്രന്റിൽ വരും, ഏത് ക്വാഡ്രന്റിലാണ് അത് നെഗറ്റീവ് വരുന്നത് നോക്കിയിട്ട് അതനുസരിച്ച് പൈയിൽ നിന്ന് കൂട്ടുക കുറയ്ക്കുക, അല്ലെങ്കിൽ 2πയിൽ നിന്ന് കൂട്ടുക കുറയ്ക്കുക, അത്രയും ആലോചിച്ചാൽ മതി. അതാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഓക്കെ. ഇനി വേറൊരു തരം ഇക്വേഷൻസ് ഇവിടെ വരിക എന്ന് പറയുന്നത്, യു മേ ബി ഗിവൺ sin x ഈക്വൽ ടു sin y. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് കാണുന്നത്. ഇതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, എക്സ് ആണ്. sin x ഈക്വൽ ടു sin y ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് വൈയുടെ ടേംസിൽ കിട്ടും. സോ ഹൗ ഡു യു ഡു ദാറ്റ്? നമുക്ക് ചിലപ്പോ ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ചോദിക്കാവുന്നതാണ്. sin x ഈക്വൽ ടു sin y എന്ന് പറയുന്ന ഫോർമുല തന്നിട്ട് ഫൈൻഡ് ദ സൊല്യൂഷൻ. അപ്പൊ ഇവിടുത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, വി ആർ സ്റ്റാർട്ടിങ് വിത്ത് sin x ഈക്വൽ ടു sin y, then sin x minus sin y ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പൊ ഇത് sin a minus sin b ആണ്. ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. what is sin a minus sin b? 2 sin a minus sin b. 2 cos a plus b by 2
സൈൻ എ മൈനസ് ബി ബൈ 2 ആണ്. അപ്പൊ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു 0. അപ്പൊ ഇതൊരു പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആണ്. ഇതിനകത്ത് 2 എന്ന് പറയുന്ന ഒരിക്കലും 0 ആവില്ല. പിന്നെ പോയിട്ട് ഒന്നുകിൽ കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 0 ആകാം, അല്ലെങ്കിൽ സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 0 ആകാം. കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 0 ആകുന്നത് എപ്പോഴാണ്? നമ്മള് നേരത്തെ ഒന്ന് പഠിച്ചതാണ്. cos x equal to 0 implies x equal to 2n plus 1 into pi by 2, odd multiples of pi by 2 എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ cos x plus y by 2 equal to 0 എന്ന് പറഞ്ഞാൽ x plus y by 2 എന്ന് പറയുന്നത് 2n plus 1 into pi by 2 ആയിരിക്കും. ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ വരുന്നത്. അതുകൊണ്ട് ഫോർമുലകൾ എല്ലാം നമ്മുടെ കയ്യിൽ മുമ്പിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് നോക്കി എഴുതാം. നോക്കി കുറെ കഴിയുമ്പോൾ നിങ്ങൾ ഇത് പഠിക്കും. അപ്പൊ എക്സ് പ്ലസ് വൈ ബൈ 2 2n plus 1 into pi by 2 ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 2n plus 1 into y ആണ്. സോ എക്സ് എന്ന് പറയുന്നത് 2n plus 1 pi മൈനസ് y. ഓക്കെ, ഇനി സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു 0. സൈൻ എക്സ് 0 ആവുന്നത് എപ്പോഴായിരുന്നു? എക്സ് ഈക്വൽ ടു എൻ പൈയിലാണ്. അപ്പൊ ഇവിടെ എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു എൻ പൈ എന്നായിരിക്കും. സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2n പൈ, എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് വൈ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് ചെറുതായിട്ട് റീറൈറ്റ് ചെയ്യുകയാണ്. ഈ 2n plus 1 into പൈ മൈനസ് വൈ എന്ന് പറയുന്നതിനെ 2n plus 1 into പൈ പ്ലസ് മൈനസ് 1 raised to 2n plus 1 y എന്ന് കൊടുക്കാം. അതായത് ഓട് ഇവിടെ ടേംസ് ഓട് വന്നു കഴിയുമ്പോൾ ഒരേ ടേം 2n plus 1 ആണ്. ഇവിടെ ഇത് ഓടാണ് വരിക. 2n plus 1 will be odd always. അപ്പൊ ഇവിടെ മൈനസ് ആയിരിക്കും വരിക. ഈ എക്സ്പ്രഷനെ എനിക്ക് 2n പൈ ഇവിടെ പ്ലസ് ആണ് വരിക. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് മൈനസ് 1 raised to 2n y. വാല്യൂവിൽ വ്യത്യാസമൊന്നുമില്ല. ഞാൻ അവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ 2n എന്ന് പറയുന്നത് 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈവൻ നമ്പേഴ്സും ആണ്. 2n plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓഡ് നമ്പേഴ്സും ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിലും ഈവൻ ആണെങ്കിലും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ n എടുക്കണം. സോ ഇത് രണ്ടും കൂടെ കൂട്ടി യു ക്യാൻ റൈറ്റ് എക്സ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 raised to n y. ഇതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറയുന്നതിന്റെ സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇതാണ് എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1 raised to n. നിങ്ങൾ ഇത് കണ്ടുപിടിക്കുന്ന രീതി ഒന്നും കാണാതെ പഠിക്കൊന്നും വേണ്ട. ഈ റിസൾട്ട് നമ്മളൊന്ന് ഓർത്തിരിക്കുക. എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് √3/. സൈൻ എക്സിന്റെ വാല്യൂ മൈനസ് √3/2 ആണെങ്കിൽ എന്താണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ? ജനറൽ സൊല്യൂഷൻ കാണാനാണ്. √3/2 കിട്ടുന്ന എപ്പോഴാണ്? π/3യിലാണ്. അപ്പൊ നമുക്ക് ഒന്നുകിൽ എങ്ങനെയൊക്കെ എഴുതാം? നോക്കാം ഇത് എവിടെയാണ് പോസിറ്റീവ് ആകുന്നത്, നെഗറ്റീവ് ആകുന്നത്. നെഗറ്റീവ് ആകുന്നത് തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലുമാണ്. ഓക്കെ, അപ്പൊ തേർഡ് ക്വാഡ്രന്റിൽ എത്തണമെങ്കിൽ യു ഷുഡ് റൈറ്റ് π പ്ലസ് π/3.
അപ്പൊ ഇതിനെ സൈൻ പൈ പ്ലസ് 3/2 കിട്ടുന്ന എപ്പോഴാണ് π/3 π/3 പൈ പ്ലസ് π/3 എന്ന് പറഞ്ഞാൽ സൈൻ 4π/3 ആണ്. ഓക്കെ, അപ്പൊ ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ കൊടുക്കാം. എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 ഇതാണ് y എന്ന് പറഞ്ഞ് ഇവിടെ വരിക 4π/3. ആക്ച്വലി ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് 4π/3 എന്ന് കൊടുക്കാം. ജനറൽ സൊല്യൂഷൻ ചോദിച്ചാൽ യു റൈറ്റ് n പൈ പ്ലസ് -1 4π/3. ആ വൈയുടെ അവിടെ കൊണ്ടുവന്ന് 4π/3 അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കൊണ്ടുവന്ന് കൊടുക്കുക. അതാണ് ചെയ്യുന്നത്. അപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ, ഇത് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറയുന്ന ഫോമാറ്റ് ആണ്. സൈൻ എക്സ് ഈക്വൽ ടു, ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്യുന്നത്, നിങ്ങൾ ഈ 4π/3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 4π/3 എന്ന് എഴുതുവാണ്. 4π/3 എന്ന് ആണ് ഇക്വേഷൻ വരിക. അപ്പൊ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് -1 ആണ്. ഇതാണ് ആ y. So you can write this as n pi plus -1 4π/3. അപ്പൊ അതുപോലെ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പൊ ആ ഫോർമുലകൾ മാത്രം ഒന്ന് ഇടയ്ക്ക് ഒക്കെ പറഞ്ഞു നോക്കി ഒന്ന് പഠിച്ചു വയ്ക്കും. കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ എന്താണ് എക്സ്പ്രഷൻ? ഇവിടെ മുമ്പത്തെ പോലെ തന്നെ കോസ് എക്സ് മൈനസ് കോസ് വൈ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. കോസ് എക്സ് മൈനസ് കോസ് വൈ എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കോസ് എ മൈനസ് കോസ് ബി -2 സൈൻ എ പ്ലസ് b/2 സൈൻ എ മൈനസ് b/2 ആണ്. അപ്പൊ ഇവിടെ -2 സൈൻ എക്സ് പ്ലസ് y/2 സൈൻ എക്സ് മൈനസ് y/2 ഈക്വൽ ടു 0. ഇവിടെയും ഒരു പ്രോഡക്റ്റ് ഈക്വൽ ടു 0. ആ -2 എന്തായാലും 0 ആകില്ല. അപ്പോൾ ഒന്നുകിൽ സൈൻ എക്സ് പ്ലസ് y/2 ഈക്വൽ ടു 0 ആയിരിക്കും, ഓർ സൈൻ എക്സ് മൈനസ് y/2 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ വീണ്ടും നമുക്ക് ഇവിടെ രണ്ട് സൈൻ ആണ്. സൈൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എന്തെന്നാ പറഞ്ഞത്? എൻ പൈ ആണ്. അപ്പൊ നമ്മൾ ആ റിസൾട്ട് ഇവിടെ കൊടുക്കുന്നു. എക്സ് പ്ലസ് y/2 ഈക്വൽ ടു എൻ പൈ. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2n പൈ, എക്സ് ഈക്വൽ ടു 2n പൈ മൈനസ് 1. ഇവിടെ എന്ത് സംഭവിക്കും? സൈൻ എക്സ് മൈനസ് y/2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് y/2 ഈക്വൽ ടു എൻ പൈ, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2n പൈ, എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് വൈ. അപ്പൊ ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 2n പൈ മൈനസ് വൈ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് വൈ ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പൈൻ ചെയ്യാം. 2n പൈ പ്ലസ് ഓർ മൈനസ് വൈ. ഇതാണ് കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് പറയുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷന്റെ ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ കോസ് എക്സ് ഈക്വൽ ടു 1/2 ആണ്. എവിടെയാണ് 1/2 കിട്ടുന്നത്? കോസ് π/3 π/3 എന്ന് പറയുന്നത് ഇതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ y എന്ന് പറയുന്നത് അതാണ്. സോ വാട്ട് ഇസ് ദ ജനറൽ സൊല്യൂഷൻ? എക്സ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് π/3. സിമ്പിൾ. ദിസ് ഇസ് ജനറൽ സൊല്യൂഷൻ. ഈ π/3 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഓക്കെ, എളുപ്പമല്ലേ? എളുപ്പമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചതൊന്ന് കേട്ട് കഴിയുമ്പോഴത്തേനും this will become easier. ഇനി ഒരു തരത്തിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ജസ്റ്റ് ലീവ് ഇറ്റ്. ഇതിനു മുമ്പിലുള്ളതൊക്കെ പഠിച്ചാലും മതി. ഓക്കെ,
അടുത്തത് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് ജനറൽ സൊല്യൂഷൻ വരിക? അപ്പൊ ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഈക്വൽ ടു 0. ഇവിടെ ടാൻ എക്സ് എന്ന് പറയുന്നതിന് ഞാൻ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് കൊടുത്തു, മൈനസ് ടാൻ വൈ ഇസ് സൈൻ വൈ ബൈ കോസ് വൈ ഈക്വൽ ടു 0. LCM എടുക്കാണ്. LCM ഇസ് കോസ് എക്സ് കോസ് വൈ ആണ് താഴെ വരിക. മുകളിൽ എന്ത് വരും? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ഈക്വൽ ടു 0. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം you will get sin x cos y minus cos x sin y equal to 0. Now what is sin x cos y minus cos x sin y? Formula നമുക്കറിയാവുന്നതാണ്. This is of the form sin x minus y. So you are getting sin x minus y equal to 0. Now what? Sin x minus y equal to 0 ആണെങ്കിൽ x minus y എന്ന് പറയുന്നത് n pi ആണ്. So x equal to n pi plus y. ഇവിടെ ഒരു വാല്യൂ ഉള്ളു, രണ്ട് വാല്യൂ ഒന്നും ഇല്ല, ഒറ്റ ഒരെണ്ണം ഉള്ളു ടാനിന്റെ കേസ്. ഓക്കെ, അപ്പൊ അതാണ്, അങ്ങനെയാണ് ഇതിന്റെ എക്സ്പ്രഷൻസ് വരിക. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആക്ച്വലി പ്രിൻസിപ്പൽ വാല്യൂ കാണുന്നുണ്ട്, ജനറൽ സൊല്യൂഷനും കാണുന്നുണ്ട്. ജനറൽ സൊല്യൂഷന്റെ ഫോർമുല ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഇപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ ആണ് വരുന്നതെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എന്തായിരുന്നു? എൻ പൈ പ്ലസ് മൈനസ് 1/n y ആണ്. ഇനി കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്നാണ് എക്സ്പ്രഷൻ വരുന്നതെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ സോറി 2n പൈ പ്ലസ് ഓർ മൈനസ് y ആണ്. ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ ജനറൽ സൊല്യൂഷൻ ഇസ് എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ ആണ്. അത് കുറച്ചൊന്ന് പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർത്തിരുന്നോളും. ഈ y എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്ന ആ ഒരു വാല്യൂ ആണ്. സൈൻ എക്സ് ഈക്വൽ ടു 1/√2 ആണെങ്കിൽ എക്സിന് നിങ്ങൾ ഇവിടെ 1/√2 കിട്ടണം, എന്ത് കിട്ടണം? π/4. ഇതാണ് ആക്ച്വലി എക്സ് ഈക്വൽ ടു π/4 എന്ന് പറഞ്ഞാൽ, അല്ലെ ഇത് π/4 ആണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ വാല്യൂ. അതിനെയാണ് നമ്മൾ ഈ y എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ എടുത്ത് നേരെ ഇങ്ങോട്ട് വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കഴിയുന്നതും കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഇതില് സൊല്യൂഷൻ ടൈപ്പില് സൊല്യൂഷൻ കാണാനായിട്ട് വരുന്നതിൽ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോ സോൾവ് sin 2x minus sin 4x plus sin 6x equal to 0 ആണ്. അപ്പൊ ഇതുപോലെ ഒരു പ്രോബ്ലം നമ്മൾ എപ്പോഴോ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ സൈൻ എ പ്ലസ് സൈൻ ബി അല്ലെ സൈൻ എ മൈനസ് സൈൻ ബി ഒക്കെ വരുമ്പോ ആംഗിളിൽ a+b/2 വരുന്നുണ്ട്, അല്ലെങ്കിൽ a-b/2. അപ്പൊ ഇവിടെ 2xും 6xും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്താൽ 4x കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്ത് നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താം. അപ്പൊ സൈൻ 2x പ്ലസ് സൈൻ 6x അടുപ്പിച്ചെടുത്തു, മൈനസ് സൈൻ 4x. അല്ലാണ്ട് ചെയ്താലും ഒരു പക്ഷെ നിങ്ങൾക്ക് ആൻസർ കിട്ടുമായിരിക്കും. പിന്നെ ഇത് കുറച്ചും കൂടി ഈസിയർ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സൈൻ 6x പ്ലസ് സൈൻ 2x എന്താണ്? 2 സൈൻ a+b/2, 2x plus 6x/2, 4x cos 2x minus 6x/2, 2x minus 6x/2 cos ആണ് എന്ന് പറഞ്ഞാൽ cos minus 4x/2 minus 2x ആണ്, that is equal to cos 2x ആണ്. ഇങ്ങനെ എല്ലാം നിങ്ങൾ സ്റ്റെപ്പ് എഴുതി പോകണ്ട, കുറച്ചൊക്കെ മനക്കണക്ക് ചെയ്യുക. മൈനസ് സൈൻ 4x.
അപ്പൊ രണ്ടിടത്തും ഒരു സൈൻ 4x ഉണ്ട്. അത് ഞാൻ കോമൺ എടുക്കാണ്. സൈൻ 4x ഇൻറ്റു 2 cos 2x മൈനസ് 1. ഓക്കെ. അപ്പൊ ഇത് ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. സോ വി ഹാവ് ഇക്വേഷൻ എന്താണ്? സൈൻ 4x ഇൻറ്റു 2 cos 2x മൈനസ് 1 ഈക്വൽ ടു 0. അപ്പൊ ഒന്നുകിൽ സൈൻ 4x ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ 2 cos 2x മൈനസ് 1 ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ. സൈൻ 4x ഈക്വൽ ടു 0, സൈൻ x ഈക്വൽ ടു 0 ആണെങ്കിൽ x എന്ന് പറയുന്നത് n പൈ ആണ്. ഉടനെ നമുക്ക് ഇവിടെ സൈൻ 4x ഈക്വൽ ടു 0 ആണെങ്കിൽ 4x എന്ന് പറയുന്നത് n പൈ ആണ്. അപ്പൊ x എന്താണ്? n പൈ ബൈ. അതവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ 2 cos 2x മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ cos 2x എന്താണ്? 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി cos π/3 ആണ്. അപ്പൊ നമുക്ക് cos x ഈക്വൽ ടു cos y എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കുക. cos x ഈക്വൽ ടു cos y ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്തായിരുന്നു? x ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y ആണ്. അപ്പൊ ഇവിടെ x ന് പകരം 2x ആണ്. സോ 2x ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y എന്ന് പറയുന്നത് π/3 ആണ്. സോ വാട്ട് ഇസ് x? n പൈ പ്ലസ് ഓർ മൈനസ് π/6. ഓക്കെ. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ x ഈക്വൽ ടു n π/4 അല്ലെങ്കിൽ x ഈക്വൽ ടു n പൈ പ്ലസ് ഓർ മൈനസ് π/6. ഓക്കെ. ഇങ്ങനെയാണ് സൊല്യൂഷൻസ് ഇതിനകത്തുനിന്ന് വരുന്നത്. അപ്പൊ I will do one more problem. Uh, 2 cos square x plus 3 sin x equal to 2 cos square x plus 3 sin x equal to 0 എന്നാണ്. അപ്പൊ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഒരേ ഫോമിലൊക്കെ വന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം cos സ്ക്വയറിനെ നമ്മൾ സൈനിന്റെ ടേംസിലേക്ക് മാറ്റുക. cos square is 1 minus sin square plus 3 sin x equal to 0. അപ്പൊ ഇത് minus 2 sin square x plus 3 sin x plus 2 equal to 0. എനിക്ക് ഈ സൈൻ സ്ക്വയർ ഇങ്ങനെ മൈനസ് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ പ്ലസ് ആക്കി. അപ്പൊ എല്ലാവരുടെയും സൈൻ മാറി. മൈനസ് 3 സൈൻ മൈനസ് 2 ഈക്വൽ ടു 0. ഇനി ഇതിനെ നമ്മള് എന്താണ് ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ സൊല്യൂഷൻ സൈൻ എക്സ് എന്താണെന്ന് കാണുക. സൈൻ എക്സ് എങ്ങനെയാ കാണുന്നത്? സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 2 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇത് 3 പ്ലസ് ഓർ മൈനസ് 4 16 പ്ലസ് ആയി 16 5 9 25 by 4 equal to 3 plus or minus 5/4. അപ്പൊ 5 3 8/4 അല്ലെങ്കിൽ minus 2/4, or you have 2 minus 1/2. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ ആയി. So we have രണ്ട് എക്സ്പ്രഷൻ. ഏതൊക്കെയാണ്? Sin x equal to 2
അല്ലെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു -1/2. അപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ സൈൻ എക്സ് -2 അതിങ്ങനെ തന്നെ കിടന്നാൽ സൈൻ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടോ? നമ്മളുടെ സൈനിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചതാണ് -1നും +1നും ഇടയ്ക്കാണ് കിടക്കുന്നത്. നിങ്ങളൊരു യൂണിറ്റ് സർക്കിൾ വരച്ചു. ഇതിനകത്ത് ഇവിടെ തരാണ് 1 0 ആണ്, ഇത് 0 1 ആണ്, ഇത് -1 0 ആണ്, 0 -1 ആണ്. നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു സൈൻ എക്സിന്റെ വാല്യൂ ആണെങ്കിലും കോസ് എക്സിന്റെ വാല്യൂ ആണെങ്കിലും മിനിമം -1ഉം മാക്സിമം +1ഉം ആണ്. അപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു വാല്യൂ ഇല്ല. അപ്പൊ ഇനിയുള്ളത് സൈൻ എക്സ് ഈക്വൽ ടു -1/2 എന്താണെന്ന് നോക്കുക. സൈൻ എക്സ് ഈക്വൽ ടു -1/2 എന്ന് പറയുമ്പോൾ സൈൻ നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഷുഡ് കം ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. 1/2 ആൻസർ പറഞ്ഞത് സൈൻ പൈ പ്ലസ് π/6 ആയിരിക്കും. സൈൻ 7 π/6. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 7 π/6 n പൈ പ്ലസ് -1 റേസ് ടു n 7 π/6. ഇതായിരിക്കും സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്ടൊക്കെ ഒന്ന് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ പല പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. സംശയങ്ങൾ നമുക്ക് തീർക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നോട്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ.